ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്കായി ഫാത്തിമ മാതാവിനോടുള്ള നൊവേനയ്ക്ക് തുടക്കമിട്ട് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനമായ മെയ് 13 മെയ് 4 ആരംഭിച്ച നൊവേന 12 വരെ തുടരണമെന്നാണ് സംഘടനയുടെ ആഹ്വാനം. വെല്ലുവിളികളും പീഡനങ്ങളും നിറഞ്ഞ ലോകത്ത് ദൈവമാതാവ് സംരക്ഷണത്തിനായുള്ള മാധ്യസ്ഥം വാഗ്ദാനം ചെയ്യുകയാണെന്നും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുക്കാനും അവിടുത്തെ സംരക്ഷണം തേടാനും പ്രയാസകരമായ സമയങ്ങളിൽ ആശ്വാസം കണ്ടെത്താനുമുള്ള അവസരമാണെന്നും സംഘടന പ്രസ്താവിച്ചു. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് പീഡിപ്പിക്കപ്പെടുന്ന സഭയുടെ പ്രത്യേക മധ്യസ്ഥയായി കണക്കാക്കപ്പെടുന്നു. കാരണം അവളുടെ സന്ദേശങ്ങളിൽ റഷ്യയുടെ പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ലോകത്തിലെ ക്രിസ്ത്യാനികൾക്കായി അഴിച്ചുവിടാൻ പോകുന്ന വലിയ പീഡനം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 20-ാം നൂറ്റാണ്ടിലുടനീളം ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ പീഡനം തുടരുകയാണെന്നും അതിനാൽ പ്രാർത്ഥന തുടരേണ്ടത് വളരെ അനിവാര്യമാണെന്നും എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് പ്രസ്താവിച്ചു. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള കാലയളവിൽ ഫാത്തിമയിൽ 6 തവണയാണ് പരിശുദ്ധ കന്യാമറിയം ഇടയക്കുട്ടികളായ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫാത്തിമ.